ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ കാണിക്കുന്ന നല്ല അടിപൊളി ഒരു സൗദി ട്രഡീഷണൽ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് മഹ്മൂസ് അൽ കുതൈഫി. ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്, ഈ ഒരു റൈസ് എങ്ങനെയാണ് വന്നതെന്നുള്ള കുറച്ചൊരു പാവപ്പെട്ട ആൾക്കാരെ റൈസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. സൗദിയിൽ കത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ ഒറിജിൻ അവിടെയാണ്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒറ്റ ചെമ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. മൊത്തം ഉണ്ടാക്കാൻ ഈ ഒരു ഇത് മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് വെച്ച് കൊടുക്കുന്നത്. നെയ്യ് വേണം നിർബന്ധമില്ല, ഓയിൽ സാധാ ഓയിൽ ഉണ്ടാക്കിയാൽ മതി. ഞാൻ പിന്നെ കുറച്ച് നെയ്യാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഉള്ളിൻ്റെ ഒക്കെ കറക്റ്റ് അളവ് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ഒരു വലിയ സൈസുള്ള ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ലാർജ് സൈസാണ്. അത് ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ നല്ല ബ്രൗൺ കളർ ആകണ വരെ, കരിഞ്ഞു പോകാൻ പാടില്ല, ബ്ലാക്ക് ആവാണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഈ ഒരു റൈസിൻ്റെ ഈ ഒരു കത്തീഫിൻ്റെ ഇതും സ്റ്റോറിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കണേ എല്ലാവരും. അപ്പോൾ അതാ ഈ ഒരു ഇത് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന് വേണ്ടി കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറുക. ബ്ലാക്ക് ആയി പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ നിർത്തണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഒരുപാടങ്ങ് ബ്ലാക്ക് കളർ ആയാൽ ടേസ്റ്റ് ഒരു കയ്പ്പ് രസം വരും. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഒരു ചിക്കനാണ് എടുത്തത്. അത് രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം തീ ആക്കി വെച്ചിട്ട് ഈ ചിക്കന് ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് ഉള്ളിലൊന്നും വേവൂല, എന്നാലും ഒരു 10-12 മിനിറ്റ് മാക്സിമം, എന്താ പറയുക, 12 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇടയിലിടയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. കാരണം അതിലുള്ള ഉള്ളി കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കന് ഇതാക്കി എടുക്കണം. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പകുതി കുക്ക് ഇങ്ങനെ തന്നെ ആയി കിട്ടും കേട്ടോ. ബാക്കിയാണ് ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു പകുതിയിൽ ഓൾമോസ്റ്റ് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ രണ്ട് ഭാഗവും ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉള്ളിയൊന്നും കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഉള്ളി കരിഞ്ഞു പോകാനേ പാടില്ല. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്റ്റോറിയാണ് ഞാൻ അതിൽ കൊടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങൾ ഞാനിതാ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഉണ്ട്, ഒരു തക്കോല ഉണ്ട്, പിന്നെ അതാ ചെറിയ ജീരകം, 4 കറുത്ത ഏലക്കായി, 2-3 പീസ് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഗ്രീൻ ഏലക്കായി, പിന്നെ അതാ ചില്ലി ഫ്ലേക്സും. ഇത് പാപ്രിക്കയാണ് കേട്ടോ. പാപ്രിക്കയാണ് ഇനി യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പോലത്തെ മസാലകൾ, ഉണക്കനാരങ്ങ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന അരിൻ്റെ കണക്കിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന് നിർബന്ധമായിട്ട് വേണ്ടിയ ഒരു വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി മുഴുവനത്തോടൊക്കെ തോലോട് കൂടിയാണ് നമുക്ക് വേണ്ടി കേട്ടോ. മുറിക്കണ്ട, ഇതിങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മസാല ഇതിൻ്റെ മേലെയല്ല ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എണ്ണയൊക്കെ കിടക്കുന്ന സമയത്ത് ആ ഒരു മസാലൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരികയും ചെയ്യും. പിന്നെ ഞങ്ങളടുത്ത് പാപ്രിക്ക ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിന് മുളക് പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അന്നേരം ടേസ്റ്റ് മാറുകയാണ് ചെയ്യുക. അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാപ്രിക്ക തന്നെ വേണം. പാപ്രിക്ക നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് പാപ്രിക്ക എന്ന് പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി തിളച്ച വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചിക്കനിൽ ഇനി ഇറങ്ങി വരാൻ വെള്ളമൊന്നുമില്ല. കാരണം ചിക്കൻ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചിക്കനിൽ വെള്ളമൊന്നും ഇറങ്ങി വരാനില്ല കേട്ടോ. അപ്പോൾ ഡബിൾ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഈ ചിക്കൻ്റെ ബാക്കി വേവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ബാക്കി വേവ് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. തീ വല്ലാണ്ട് അങ്ങ് കുറച്ച് വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മളിത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഭയങ്കര ഹൈ ആക്കി വെക്കണ്ട. എന്നാൽ അത്യാവശ്യം നല്ല തീയിൽ തന്നെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ചും കൂടെ വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 10-15 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടത്. ഇനിയിപ്പോൾ നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ ഒരു ചിക്കൻ കോരി മാറ്റി വെക്കണം കേട്ടോ. ആ ചിക്കൻ നല്ലോണം ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഊറ്റിയിട്ട് എടുക്കുക.
2 ചിക്കനും അതേപോലെ തന്നെ ഇനി മാറ്റി വെക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വെളുത്തുള്ളിയില്ലേ അതും മാറ്റി വെക്കണം കേട്ടോ. അത് ഇനി നമുക്ക് ആവശ്യമുണ്ട്, കളയാനുള്ളതല്ല. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും ഈ ഒരു ചിക്കനും ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനിന് ഇനി വേറെ വേവൊന്നും ഇല്ല കേട്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒരു വെളുത്തുള്ളി ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. തോലോട് കൂടി തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പേ കൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ അത് ആ സ്ട്രെയിൻ ചെയ്ത സ്റ്റോക്കില്ലേ അത് തിരിച്ച് നമ്മൾ ആ ഒരു ചെമ്പിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കഴുകി ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ച സെല്ല ബസ്മതി റൈസാണ് ഇട്ടത്. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സെല്ല ബസ്മതി റൈസാണ്. 3 കപ്പാണ് എടുത്തത്. ഒരു 20 മിനിറ്റ് അല്ല അരമണിക്കൂറൊക്കെ മുന്നേ നമ്മളിത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് ഊറ്റിയെടുത്തതാണ്. ഇനിയിപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ, ചെറിയ തീയിൽ. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. എന്നാലും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി തുറന്നതാണ് കേട്ടോ. അടിഭാഗം ഒന്ന് മേലത്തെ ഭാഗം അടിയിലേക്കും ആക്കിയിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പം അടിയിൽ ആ കാണുന്ന ഡാർക്ക് കാണുന്നത് കരിഞ്ഞതല്ല കേട്ടോ, ഇതിൻ്റെ ഒരു സ്റ്റോക്ക് അടിയിലുള്ളത് ഒരു ഡാർക്കിലേക്ക് വരുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ് കേട്ടത്. ഇനി ഇതാ ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കറക്റ്റ് പാകത്തിൽ റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും പൊട്ടിപ്പോവുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റിയാണ് ഇത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മളൊരു മന്തിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ കപ്സൻ്റെ ടേസ്റ്റ് അല്ല ബുഹാരിൻ്റെ ടേസ്റ്റ് അതാണോ എന്നുള്ള ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ, വേറെ ഒരു ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ കാണുന്ന അടിയിലുള്ളത് കണ്ടില്ല, അതൊന്നും കരിഞ്ഞതല്ല കേട്ടോ. അടിയിലുള്ള ആ ഒരു സ്റ്റോക്ക് ഊറി നിൽക്കുന്ന ഭാഗത്തുള്ള അതും കൂടെ വരുന്നത്, അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ ചെമ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. അതുപോലെ തന്നെ ചിക്കൻ നമുക്ക് ഓവനിൽ വെക്കുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഫ്രൈ പാനിൽ പൊരിച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു നീണ്ട സ്റ്റോറി തന്നെ ഉണ്ട്. ഈ ഒരു സൗദിയിലുള്ള കത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു റെസിപ്പിൻ്റെ മഹമൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാന്ന് പറയുന്നത്. നമുക്കറിയില്ല, കറക്റ്റ് അറിയില്ല, ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ ഈ അവിടെയുള്ള ആൾക്കാർ പണ്ട് കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ലോക്കലായിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു പ്രീമിയം ഫുഡ് എന്നൊക്കെ പറയാം. അങ്ങനെ വരുന്ന ഗസ്റ്റേക്കും ആ ഒരു എല്ലാവർക്കും വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആശുറാ ദിവസമാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ദിവസത്തിൽ ഉണ്ടാക്കാൻ, പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു റെസിപ്പിയാണിത്. ഒരുപാട് ഐറ്റംസ് ഇല്ല, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ചീപ്പായിട്ടുള്ള സാധനങ്ങൾ മാത്രം, ഉള്ളിയൊക്കെ വെച്ചിട്ട് മാത്രം, ലോക്കലായിട്ട് കിട്ടുന്ന ഉള്ളിയും ഇതും വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്ന, മീറ്റ് വേണ്ട ഫിഷ് വേണ്ടതൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അവരിത് കണ്ടെത്തിയത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ ഈ മന്തി ഇതൊക്കെ തന്നെ എപ്പോഴും കഴിച്ച് മടുക്കൂല. അപ്പോൾ ഒരു സ്പെഷ്യൽ റൈസ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, മന്തി ഇങ്ങനത്തെ ഈ അറബിക് ഡിഷിൻ്റെ കൂടെ ഒരിക്കലും മയോണൈസ് വരില്ല. ഈ ഒരു റൈസിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ആ ഒരു ടൊമാറ്റോൻ്റെ സ്ഥലത്താണ് ഉണ്ടാക്കുക കേട്ടോ. അത് തക്കാളി, ഉള്ളി, പച്ചമുളക് ഈ 3 സാധനം മാത്രം വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണ്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ്. അതുപോലെ തന്നെ ഇത് ഇനി കഴിക്കുന്നതിന് ഒരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് കഴിക്കുന്ന സമയത്ത് ഈ വെളുത്തുള്ളി നമ്മൾ എന്തിനാ അങ്ങനെ മുഴുവനത്തോടൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ മൊത്തം ഈ ഒരു റൈസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പം ബാക്കിയുള്ളത് ആ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിങ്ങനെ നെക്കിയിട്ടെടുക്കും. കുറച്ച് ഈ സ്ഥലത്ത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബാക്കി എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഈ ഒരു വെളുത്തുള്ളില്ല അതിങ്ങനെ ഒന്ന് നെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ വെളുത്തുള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് ഇനി നമ്മൾ പച്ച വെളുത്തുള്ളി കഴിക്കുന്ന ആ ഒരു ഫ്ലേവറേ ഇതിന് ഉണ്ടാവില്ല കേട്ടോ, വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു ജെല്ലി കഴിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. ആ ഫ്ലേവർ മൊത്തം നമ്മൾ ആ ഒരു സ്റ്റോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഉണ്ടാവുക, ഭയങ്കര ടേസ്റ്റിയാണ്. അതും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു റൈസ് നമ്മൾ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റോറിയോട് കൂടിയുള്ള സൗദി അറേബ്യൻ്റെ ഒതൻറ്റിക് റെസിപ്പി ആയിട്ടുള്ള മഹ്മൂസ് കുത്തൈഫി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ, ആരും ഒന്നും വിചാരിക്കില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക്. അപ്പോൾ ശരി, ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.